ഇവരെവിടെ മോദി? ഞാനില്ലേ ഇമ്മാതിരി ചോദ്യങ്ങളും ചോദിക്കാനേ, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലുണ്ടല്ലോ, നമ്മളില്ലേ ഇത് മമ്മൂട്ടി പറഞ്ഞ പോലെ ആ ഒരു അവസ്ഥ നമ്മുടേത് അല്ലേ. ദീപസ്തംഭം മഹാശ്ചര്യം, നമുക്കും കിട്ടണം പൈസ, പണം. ഈ ഒരു സ്റ്റാൻഡ് പിടിക്കുന്നതായിരിക്കും ഇപ്പോഴത്തെ ഒരു 5-10 കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് ഏറ്റവും ബെറ്റർ. കാരണം ചോദ്യങ്ങൾ ചോദിക്കുന്ന ആൾക്കാരെ ഇപ്പോൾ രാജ്യദ്രോഹികളും ജിഹാദികളും പാകിസ്ഥാനികളും ഒക്കെയാണ്. അതല്ലെങ്കിൽ നമ്മുടെ വിശ്വപുരുഷ അല്ലെങ്കിൽ വിശ്വഗുരുവിനെ താഴ്ത്തി പറയുന്ന അല്ലെങ്കിൽ മോശമായിട്ട് പറയുന്ന ആള് എന്ന രീതിയിൽ മുദ്ര കുത്തപ്പെട്ട് കഞ്ഞി കുടിക്കുന്ന പകരം ഗോതമ്പുണ്ട കഴിക്കേണ്ട എന്ന അവസ്ഥ നമ്മുടെ നാട്ടിൽ. ചോദ്യം ചോദിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരും ഒരു പാട്രിയോട്ടായി ജീവിക്കരുത് ഈ നാട്ടിൽ. കഴിഞ്ഞൊരു 10 കൊല്ലം കൊണ്ട് ഏറ്റവും ബെസ്റ്റ് നാഷണലിസ്റ്റ് ആയിട്ട് ജീവിക്കുന്നതാണ്. തീവ്ര നാഷണലിസം അതേ നമ്മൾ കയ്യിൽ വെക്കാം. പാട്രിയോട്ടിക് ആവരുത്. നിങ്ങൾ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ ചോദ്യം ചോദിക്കും. രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ്റിനോട് നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കും. അപ്പം പാട്രിയോട്ട് ആയിക്കഴിഞ്ഞാൽ അതോടുകൂടി നീ ഈ രാജ്യദ്രോഹിയായിട്ട് മാറും. അതാണ് നമ്മൾ കണ്ടുവരുന്നത്. അതുകൊണ്ട് തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ ആളുകൾ എവിടെ എന്നുള്ള ചോദ്യം നമ്മൾ ചോദിക്കാൻ പോകരുത്. നല്ല രീതിയിൽ നാട്ടിൽ അങ്ങ് ചോദ്യങ്ങളൊന്നും ഇല്ലാണ്ട് ജീവിച്ചു പൊക്കോളാം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ ദീപസ്തംഭം മഹാശ്ചര്യം, നമുക്കും കിട്ടണം പണം, ഇതിൻ്റെ അർത്ഥം എത്രത്തോളം ആൾക്കാർക്ക് അറിയുന്നറിയില്ല. പണ്ട് കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞ കണക്ക് നോക്കുകയാണെങ്കിൽ രാജാവിനെ സുഖിച്ചോട്ടെ, രാജാവിനെ നമുക്ക് പറയാം പൊളിച്ചിട്ടുണ്ട് രാജാവ്, ദീപസ്തംഭം പൊളിയായിട്ടുണ്ട്. പൊളിയാന്ന് പറഞ്ഞാലേ നിങ്ങൾക്ക് പൈസ കിട്ടുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ പെടും, ജയിലിലോട്ട് പോവേ. അപ്പം ഈ ഒരു ചരിത്രം അല്ലെങ്കിൽ ഈ ഒരു കഥ വെച്ചിട്ടാവും നമ്മുടെ ഈ ഒരു വീഡിയോ തുടങ്ങാൻ ഏറ്റവും ബെസ്റ്റ് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞു വെച്ചത്. എന്താണെങ്കിലും രാജ്യം പൊളിയാണ്. നമ്മൾ യുദ്ധം ജയിച്ചു. നമ്മൾ പാകിസ്ഥാൻ്റെ ഒരുപാട് കേന്ദ്രങ്ങൾ, തീവ്രവാദി കേന്ദ്രങ്ങൾ തന്നെ, അവരുടെ സിവിലിയൻസിനൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യങ്ങൾ ചെയ്തു. ഇത് ചെയ്യാൻ ആസ്പദമായിട്ടുള്ള കാര്യം എന്താണെന്നുള്ളത് നമുക്കറിയാം. ആ കാര്യം ഉണ്ടാക്കിയ ആളുകൾ എവിടെ എന്നുള്ള ചോദ്യം ഇപ്പം അപ്രസക്തമാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ ആരും അങ്ങനത്തെ ചോദ്യങ്ങൾ ഇവിടെ ഉന്നയിക്കുന്നുമില്ല. ഇനി ഉന്നയിച്ചവരുണ്ടെങ്കിലോ അവന്മാർ പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു ചോദ്യങ്ങളും ഇല്ല. നമ്മുടെ പ്രധാനമന്ത്രി പൊളിയാണ്, എല്ലാം അടിപൊളിയാണ്. പിന്നെ യുദ്ധം നിർത്തിയ കാര്യത്തിൽ എനിക്ക് ചെറിയൊരു വിയോജിപ്പൊക്കെ ഉണ്ട് കേട്ടോ. എന്താ പറയുക, യുദ്ധം നിർത്തിയത് പ്രധാനമന്ത്രിയും അതല്ലെങ്കിൽ നമ്മുടെ ഹോം മിനിസ്ട്രി ഒന്നുമല്ല. ഈ പാവം വിക്രം മിശ്രിയാണ് യുദ്ധം നിർത്തിയത് എന്നാണ് നമ്മുടെ സംഘികൾ വിചാരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുള്ളിയുടെ അക്കൗണ്ട് വരെ പൂട്ടിച്ചു. അവരുടെ മകളെ തെറി പറഞ്ഞു, വരാനിരിക്കുന്ന മരുമക്കളെ തെറി പറഞ്ഞു, അല്ലെങ്കിൽ ഇനി വരെ ഇറക്കാൻ പോകുന്ന ഈ പേരമക്കളെ വരെ തെറി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ സംഘി കൂട്ടം, അല്ലെങ്കിൽ BJP IT സെൽസ് എന്നും BJP IT ട്രോൾ സെല്ലുകളും ഒക്കെ. എന്തായാലും മോദിജിനെ നമ്മൾ കുറ്റം പറയാൻ പറ്റില്ല, അമിത്ഷാജിനെയും കുറ്റം പറയാൻ പറ്റില്ല, രാജ്നാഥ് സിംഗിനെയും കുറ്റം പറയാൻ പറ്റില്ല. നമ്മുടെ കംപ്ലീറ്റ് ഹോം മിനിസ്ട്രി നമുക്കൊന്നും പറയാൻ പറ്റാത്തതുകൊണ്ട് ഏറ്റവും പെട്ടെന്ന് കുതിര കയറാൻ പറ്റുന്നത് ഈ പാവം നമ്മുടെ സെക്രട്ടറി, നമ്മുടെ വിദേശകാര്യ സെക്രട്ടറിൻ്റെ മേലോട്ടാണ്. ഇപ്പോഴും ഈ സംഘികൾക്ക് അറിയാത്തത് പുള്ളിയല്ല യുദ്ധം നിർത്തിയത് എന്നുള്ളതാണ്. നമ്മുടെ ഹോം മിനിസ്റ്റർ പറഞ്ഞ അനുസരിച്ചിട്ട് പുള്ളി അവരുടെ വക്താവായിട്ട് വന്ന് അറിയാണ്ടൊന്ന് പറഞ്ഞുപോയി. അതോടുകൂടി പുള്ളി എയറിലും അല്ല, അപ്പോൾ ശൂന്യാകാശത്തോടാണ്. പാവം പുള്ളിക്ക് താഴത്തിറങ്ങാൻ വരെ പേടിയാണ്. അപ്പോൾ അതിനും ചോദ്യം ചെയ്യാൻ പാടില്ല. ചോദ്യം ചെയ്താൽ ചിലപ്പോൾ നിങ്ങൾ പാകിസ്ഥാനികൾ വരെ ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അങ്ങനത്തെ ഉള്ള ചോദ്യങ്ങളൊന്നും നമ്മളിവിടെ ആരോടും ചോദിക്കുന്നില്ലേ. പിന്നെ നമ്മുടെ ഈ പൂർണ്ണകുമാർ എന്ന് പറഞ്ഞ ആളെ എത്ര പേർക്കറിയാം? അതായത് പുള്ളി 18 ദിവസം മുമ്പ് അല്ലേ, അതെ, യുദ്ധം തുടങ്ങിയിട്ട് ആ ഒരു സംഘർഷാവസ്ഥ 18 ദിവസമായല്ലോ. ആ 18 ദിവസം മുമ്പ് ഇയാളെ അറിയാണ്ട് അവിടെ കുറച്ച് കർഷകരുടെ കൂടെ പോയൊരു ജവാനാണ്. അറിയാണ്ട് ബോർഡർ ഒന്ന് ക്രോസ് ചെയ്തു പോയി, പാകിസ്ഥാൻ പട്ടാളം പിടിച്ചു വെച്ചു. അതാണല്ലോ. അപ്പം പുള്ളി ഇപ്പോഴും അവരുടെ കയ്യിൽ തന്നെ ഉണ്ട്. ഇയാളെ വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ രാജ്യം എന്തെങ്കിലും ചെയ്യുന്നുണ്ടാവും, ചെയ്യട്ടെ, നല്ലത്. യുദ്ധം നിർത്തി ഓപ്പറേഷൻ സിന്ദൂരൊക്കെ നമ്മൾ നല്ല വെടിപ്പായിട്ട് തന്നെ അവന്മാരുടെ മൂട്ട് കൊണ്ട് നമ്മൾ കത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അവിടെ വെടിയും പുകയൊക്കെ കഴിഞ്ഞു. അപ്പം 26-27 പേര് ഇല്ലാണ്ടായി നമ്മുടെ കൂട്ടത്തിൽ നിന്ന്. ആ 27 പേരുടെ എന്താ പറയുക, അവരുടെ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്പറേഷൻ തന്നെ നമ്മുടെ ഹോം മിനിസ്ട്രി തയ്യാറാക്കി നമ്മളത് നല്ല രീതിയിൽ അത് എക്സിക്യൂട്ട് ചെയ്തതും. അപ്പം അതേ കൂട്ടത്തിൽ തന്നെ ഈ ഒരാളുടെ വൈഫും, ആള് മരിച്ചിട്ടില്ല, ആളിപ്പോഴും പാകിസ്ഥാൻ്റെ കസ്റ്റഡിയിൽ തന്നെയാണ്. ആളുടെ വൈഫും ഇപ്പോൾ സിന്ദൂരം തലയിൽ തൊട്ട് തന്നെ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സിന്ദൂരം കാക്കണമെങ്കിൽ, മഴിക്കാണ്ടിരിക്കണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ആൾ എത്രയും പെട്ടെന്ന് പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ അടുത്ത് നിന്ന് വിട്ട് കിട്ടേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരും അല്ലേ. അതിന് പല കാര്യങ്ങളും ഉണ്ടാകും. കുറേ പേര് ഇത് ചോദ്യങ്ങളായിട്ട് വരുന്നുണ്ട്, ചോദ്യങ്ങൾ ചോദിച്ചിട്ട് വരുന്നുണ്ട്. ഇയാൾ എവിടെ പോയി, ഇയാൾ എന്തുകൊണ്ട് നമുക്ക് വിട്ടുതരാൻ പറ്റുന്നില്ല.
ഒരു പട്ടാളം പിടിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ ചില കരാറുകളൊക്കെ ഉണ്ട്, നമ്മൾ മുൻധാരണ കരാറുകളൊക്കെ ഉണ്ട്. അപ്പം ആ കരാറുകളുടെ ഒക്കെ ഇതിൽ ഇത്ര ദിവസങ്ങളെ നമുക്ക് അവിടെ ഒരു പ്രത്യേകിച്ച് ഒരു പട്ടാള ഉദ്യോഗസ്ഥനെ ഒരാളെ മറ്റു രാജ്യത്തിൻ്റെ ഇതിൽ വെക്കാൻ പാടുള്ളൂ, അത് കഴിഞ്ഞാൽ വിട്ടുകൊടുക്കണം. അതില്ലെങ്കിൽ അങ്ങനെ കുറേ ടേംസും കണ്ടീഷൻസും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇയാളെ വിട്ടുതരും എന്ന് പ്രതീക്ഷിക്കാം നമുക്ക്. എവിടെയും ഇയാളെ പറ്റിയ ഒരു സംസാരം അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു മിനിസ്ട്രി സൈഡിൽ നിന്നോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒഫീഷ്യൽ സൈഡിൽ നിന്ന് ഇയാളെ പറ്റിയുള്ള ഒരു സംസാരമോ കാര്യങ്ങളൊന്നും നമ്മൾ ആരും കേട്ടില്ല. അതുകൊണ്ടാണ് പലരും ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ചോദ്യം ചെയ്യിക്കാൻ പേടിയാണ്, അതുകൊണ്ടാണ് പലരും ഡയറക്റ്റായിട്ടൊന്നും ചോദിക്കാത്തത്. അപ്പം നമ്മളും അത് തന്നെ വിചാരിക്കുന്നത്. പുള്ളി എത്രയും പെട്ടെന്ന് പുറത്തു വരും എന്ന് വിചാരിക്കാം. 18 or 19 ദിവസം അയാളിപ്പം പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ പിടിയിലാണ്. അപ്പം ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ, പല ചോദ്യങ്ങൾ ഒക്കെ ഉണ്ട്. നമ്മുടെ മോദിജി ഇന്നലെ വന്ന് എല്ലാവരോടും കാര്യങ്ങളൊക്കെ പറഞ്ഞൊന്ന് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. പക്ഷേ ചോദ്യങ്ങളൊന്നും ചോദിക്കാനുള്ള, അല്ലെങ്കിൽ ചോദ്യങ്ങൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം എത്രത്തോളം പുറത്തോട്ട് വന്നു എന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല. ഇനി വരുന്നത് അങ്ങോട്ട് അങ്ങനത്തെ ഉത്തരങ്ങൾ പ്രതീക്ഷിക്കാം നമുക്ക്. അപ്പം തുടക്കം പറഞ്ഞ പോലെ വീണ്ടും ദീപസ്തംഭം മഹാശ്ചര്യം, നമുക്കും കിട്ടണം ദുഡ്, അത്രേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ടേം പിടിച്ചിട്ട് മുന്നോട്ട് അങ്ങോട്ട് പൊക്കൂടാ. എത്ര കാലം ഉണ്ടാവും എന്നറിയില്ല.